മഞ്ഞ് വീണു ഓ എല്ലാം ഡാർക്കായി. ഫസ്റ്റ് വിന്റർ. എനിക്ക് ഇന്നലെ തൊട്ട് ഉറക്കമുണ്ടായിരുന്നില്ല. കുറച്ച് രാവിലെ തൊട്ടിട്ട് ലൈക്ക് ഇപ്പൊ മഞ്ഞ് പോയി ഇപ്പൊ ഗുഡാണെന്ന് പറയാം. ഞാൻ ചോദിക്കും ഒന്നും കാണില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഇവിടുത്തെ ഫസ്റ്റ് സ്നോ ആണ്. സീ, പുറത്ത് മൊത്തം വൈറ്റ് കളറായിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ തോന്നി. ബട്ട് പുറത്ത് പോയി നിന്നിട്ട് കുറച്ച് നേരം ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് not such a good climate. I think I'm a summer baby. I don't think I was winter girl. കാണുമ്പോൾ ചെറുതായിട്ട് പേടിയാവണമുണ്ട് കേട്ടോ. സത്യം പറയാലോ, ഇവിടെ കാറുകളൊക്കെ മഞ്ഞൾ മൂടിക്കിടക്കുകയാണ്. ഇന്ന് വർക്കുണ്ട് ആൻഡ് ഐ ഹാവ് ടു ഗോ ഫോർ വർക്ക് ടു. സോ അതിന് വേണ്ടി റെഡി ആവണം. ഞാൻ പോണ സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്നോൻ്റെ എക്സ്പീരിയൻസ് ഐ വിൽ ഷെയർ വിത്ത് യു ഗൈസ്. പുറത്ത് പോണ സമയത്ത് നമുക്ക് ബസ് ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നോക്കിയിട്ട് ബസ്സൊന്നും കാണുന്നില്ല. പക്ഷേ ഉണ്ടാവും, ഇല്ലാണ്ടൊന്നും ഉണ്ടാവില്ല. റോഡൊക്കെ ക്ലീനാണ്. പക്ഷേ ഡിലേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്ലസ് ദാറ്റ്സ് ടുഡേ സൺഡേ. അപ്പോൾ സൺഡേ അല്ലെങ്കിലും ബസ് ഭയങ്കര ലേറ്റാണ് ഉണ്ടാവും. നോക്കാം, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം നിങ്ങളൊപ്പം. കുറേ ആയി വീഡിയോ ഇട്ടിട്ട്, ഐ നോ ദാറ്റ്, ബട്ട് ബെയർ വിത്ത് മീ. ഇപ്പം ഞാൻ കുറച്ച് കിച്ചൺ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, ലഞ്ച് റെഡിയായി. ആൻഡ് എനിക്ക് കൊണ്ടുപോകാൻ കുറച്ച് വെജീസ് ഞാൻ ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. രാത്രിക്ക് ഉള്ള ഡവ് ഞാൻ പിസ്സ ഡവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. കാരണം മഞ്ഞക്കല്ലേ, അപ്പോൾ കുറച്ച് നല്ല ചൂട് സാധനങ്ങൾ രാത്രി വന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിസ്സ ഡവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത്ര തന്നെ ഉള്ളൂ കിച്ചൺ തിങ്സ്. പെട്ടെന്ന് റെഡിയായിട്ട് പോകണം. ഓൾറെഡി റെഡിയായി. നമ്മള് എന്നെ കാണിക്കണം. ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. മീൻസ് ഇപ്പം വീടിന്റെ ഉള്ളിൽ ചൂടാണെങ്കിൽ ട്രക്കിട്ട കയറുണ്ട്. പുറത്ത് പോയാൽ തണുക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പോകുമ്പോൾ പുറത്ത് പോകാൻ പോവാണ്. ഇപ്പോൾ ഓൾറെഡി ലെറ്റ്സ് ഗോ. മഞ്ഞ് തുടങ്ങി. ദിസ് ഈസ് ലൈക്ക് ദ ഫസ്റ്റ്. അലാമനെ കാണിച്ചുതരാം. കൈ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മാത്രം പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റത്തെ മഞ്ഞാണ് എല്ലാവരും പറയുന്നത്. എല്ലാം നല്ലതായിരിക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. നിങ്ങളേ ഫുൾ വൈറ്റ് കളറാണല്ലോ. ഇവിടെ പോടട്ടെ. എങ്ങനെയുണ്ട് അത് ഫസ്റ്റ് എക്സ്പീരിയൻസ്? മഞ്ഞിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കണ്ണിലൊക്കെ വേഗം എത്തണം. അവന് വേറെ പണിയാണ്. അവന് കുറച്ച് നമ്മുടെ പേഴ്സണൽ പണികൾ ചെയ്യാണ്ട്, എനിക്ക് എൻ്റെ വർക്കിന് പോവാണ്ട്. എൻ്റെ ഫാൻ്റൊക്കെ നനഞ്ഞു. അങ്കു നമ്മളെല്ലാം ഇട്ടിട്ടാ. ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, വിന്റർ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം തടുക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ തടുക്കില്ല. കൈ എക്സ്പോസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം തടുക്കും. താഴെയൊക്കെ മഴ പെയ്ത പോലെ ഉണ്ട്. ആൻഡ് ഇവിടെയൊക്കെ
മഞ്ഞ് 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 എല്ലാവരും മഞ്ഞ് കാണുന്നുണ്ടോ ഗൈസ്? കണ്ടോ? നൈസ്. വണ്ടികളൊക്കെ മഞ്ഞും കൊണ്ട് മൂടിയിരിക്കുന്നു. നമ്മൾ അവിടെ പോയി നിൽക്കണില്ല, കാരണം നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ മഞ്ഞ് മൂടിയിരിക്കുന്നു. വണ്ടികളുടെ കളറൊന്നും കാണാണ്ടേ. കണ്ടാ? ഇത് കണ്ടാ? ഇറ്റ്സ് സപ്പോസ് ടു ബി വൈറ്റ്. സോറി, ബ്ലാക്ക് കളറാണ്, പക്ഷെ അത് വൈറ്റ് കളറായി മഞ്ഞ് കാരണമുണ്ട്. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വേഗം ഒന്ന് എത്തിക്കിടണം. പുറത്തൊന്നും ഒന്നും കാണുന്നില്ല, എല്ലാം വൈറ്റ് വൈറ്റ് മാത്രമേ ഉള്ളൂ. എന്താ കാണുന്നുണ്ടോ ഫ്രണ്ട്സ്? എല്ലാം കവേർഡായിരിക്കാണ്, വൈറ്റ് ആയിരിക്കാണ്. ഒരു കാലത്ത് റെഡും മഞ്ഞയും പച്ചയും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പൊ ഫുൾ വൈറ്റ് കളറായിരിക്കുന്നു. ചവിട്ടി നോക്കിയല്ല. ഇന്ന് കുറച്ചൊക്കെ ഞാൻ ആഘോഷിക്കാം, പക്ഷെ എനിക്ക് തോന്നില്ല എനിക്കിത് ലൈക്ക് 6 months 4 months വരെയൊക്കെ ഇതേ സാധനം എനിക്ക് ആഘോഷിക്കാൻ പറ്റുന്നു. പക്ഷെ ഇന്ന് ആഘോഷിക്കാൻ നമുക്ക്. ഓക്കെ, വേഗം പോകാം. വാക്കിംഗ് സിമ്പിൾ വന്നു. ഒരു സാഡ് പോലെ തോന്നുന്നു. കളേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണമുണ്ട് കുറച്ചൊരു സാഡ് ഫീലിംഗ്. ഇന്നുണ്ടാ വേണ്ട. ഫസ്റ്റ് ദിവസം നമ്മൾ സാഡ് ആവണ്ട, ഫസ്റ്റ് ദിവസം നമ്മൾ എൻജോയ് ചെയ്യണം. അവൻ പോയി. ഇനി ഞാൻ അടുത്ത ബസ്സിന് വേണ്ടി വരിക. അവന് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു, എനിക്ക് വർക്കിന് പോകാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതിപ്പോൾ അത്രക്കില്ല, ലൈക്ക് 5 centimeter to 10 centimeter വരെയൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞ് അതൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കും. അപ്പോഴാണ് നമ്മൾ വീട് കൊടുത്തത്. എനിക്ക് തടുക്കും. സോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം. അതിപ്പോൾ സൈഡിൽ മോണോറയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. മരങ്ങൾ കാണാനൊക്കെ ഭംഗി, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നടക്കുമ്പോ അല്ല കുതിരക്ക് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല, നിലത്തിരിക്കാൻ പറ്റില്ല. ഒരു ബസ് സ്റ്റോപ്പുള്ളത് കൊണ്ട് നമ്മളൊന്ന് രക്ഷപ്പെട്ടിരിക്കും. ഇവിടെ ഉണ്ടല്ലോ തടുപ്പ് തോന്നുന്നു. അയ്യോ, ഞാൻ പേടിച്ചു. ഇയാളുടെ ഫോൺ തട്ടി ഞാൻ പേടിച്ചു. -7 degrees Celsius ആണ്, ബട്ട് ഇറ്റ്സ് സീറ്റിന്റെ എനിക്ക് തടുക്കുന്നത് എന്തെങ്കിലും അങ്ങേറ്റ കാണുന്നുണ്ട്. ഒരു കൊന്തവും കാണുന്നില്ല. വണ്ടികളുടെ ഒക്കെ മേലെ ഇതാണ് എന്ത് മഞ്ഞാണ്. ചിലര് ക്ലീൻ ആക്കിയിട്ടുണ്ട്, ചിലര് ക്ലീൻ ആക്കിയില്ല. അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല. വണ്ടികൾ കളർ മാറിയിരിക്കുന്നു. അതേപോലത്തിനപ്പുറത്തും ഒരു അച്ഛൻ്റെ ഒരു ടൈമില് ഇവിടെ ബ്ലൂ കളർ ടൈ കണ്ടിട്ട് ഞാൻ സന്തോഷിച്ചിരുന്നത്. ഇപ്പോൾ ബ്ലൂ പോയിട്ട് വെള്ള കളറാണ്. എല്ലാവിടെയും വെള്ള കളറാണ്. എല്ലാവിടെയും താഴെയും വെള്ളം, മേലെയും വെള്ളം, വണ്ടികളിലും വെള്ളം, നമ്മുടെ മേലെയും വെള്ളം. ചളിയാണ്, ചളി കൂടെ പോണില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് മൊത്തം ഗ്രീൻ കളറായിട്ട് കാക്കക്കാടിപ്പൊക്കെ വൈറ്റ് കളറായി. റെസ്റ്റോറൻറ്റിൻ്റെ മേലെ വൈറ്റ് കളറായി. ഇത് എന്താ ചെയ്യണ്ടേ? നോക്കിയും കണ്ട് നടന്നില്ലെങ്കിലേ വീഴും. ആൻഡ് എന്നെ എനിക്ക്
എന്നെ എനിക്ക് നന്നായി അറിയാം. ഞാൻ പെട്ടെന്ന് ആടി വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡൈവേറ്റ് ഫസ്റ്റ് നടത്താൻ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നല്ലപോലെ നടക്കാം. ഇതൊക്കെ ഗ്രീൻ കളറായിരുന്നു. എനിക്ക് കളർ വേണം. ഒരു ഭംഗിയാണ്, പക്ഷെ വർക്കിന് പോകാൻ തോന്നണ്ടേ. നടക്കാം നടക്കാം. ഇതൊന്നിങ്ങനെ കുറച്ച് കൂടുതലുണ്ടോ ഇവിടെ എന്നൊരു ഡൗട്ട്. കണ്ടോ വണ്ടിയുടെ മേലൊക്കെ മഞ്ഞ. ഇത് കാണുന്നുണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? ഇത് മൊത്തം മഞ്ഞിൽ മൂടിയിരിക്കുകയാണ്. ഇതൊക്കെ പാവങ്ങള് വണ്ടിയുള്ള ആൾക്കാര് ഇത്ര കഷ്ടപ്പെടുണ്ടോ? അവിടെ കണ്ടോ പുകച്ചോണ്ടിരിക്കുന്നു വണ്ടി കൊണ്ട്. ഏതായാലും സ്ഥലത്തി ഭയങ്കര തണുപ്പ്. ഓട്ടെ, ഇവർക്ക് കഴിഞ്ഞിട്ട് കാണാം. വർക്ക് സ്ഥലം നല്ല ചൂട് ചൂടിന്റെ അങ്ങേറ്റ വംശം പോലും ഇല്ല. എന്നിട്ടാണ് ഞാൻ ചൂടിത് പറയണത്. ചൂടിന്റെ അവിടെ തണുപ്പ് ഫ്രീസർ പറ. മരങ്ങൾ നോക്കുക, ഇലകളെ കൊടിഞ്ഞിരിക്കണു. എനിക്ക് സങ്കടം വരുന്നു ഇവരുടെയൊക്കെ കാണുമ്പോ. കാലിന്റെ ഡ്രസ്സൊക്കെ നോക്ക്. ഇനിയിപ്പോ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം വർക്കിന് കയറാൻ. അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വന്നത് കണ്ട. ഉള്ളിൽ ഞാനത് കാണിച്ചു തരാം. ക്രിസ്മസ് ട്രീ, വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ശേഷം കണ്ട ഇവിടുന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും കോലം മാറി. ഇതൊക്കെ ഒന്ന് അയച്ചിട്ട് സെറ്റാവട്ടെ. ഇത്രയും വലിയ, പിന്നെ ഇവിടെ ചെറിയ ചെറിയ ട്രീകളും വരുന്നുണ്ട്. പക്ഷെ ഇത് ഇത്രയും വലിയ ട്രീകൾ. ക്രിസ്മസിന് ഇനിയും 2 മാസം ഉണ്ട്. പക്ഷെ അവരിപ്പോൾ തന്നെ റെഡി ആക്കി. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ്. കാരണം ഉള്ളിൽ ചൂടാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പുഴുങ്ങും. എന്തായാലും ഉള്ളിൽ പുഴുങ്ങുക പുറത്ത് മരവിക്കും. എന്തായാലും നമുക്ക് കഴിക്കട്ടെ. ഞാനിടത്ത് ഫസ്റ്റ് വിൻ്റർ അല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ ചായക്കടയിൽ നിന്ന് തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് ബോഡി ചൂടാക്കാം. അതൊക്കെ കഴിഞ്ഞു. ഇതാണ് നൈറ്റത്തെ ലുക്ക്. ചളിയായിരിക്കണം. ആദ്യത്തെ ഐസ് കൂടെ നടക്കണതാണ്. നല്ല നടക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വഴിക്ക് പോകും. ഇതാണ് വിൻ്ററിൻ്റെ കോല്. എനിക്ക് ടെൻഡർ റെയിൻസ് ഫുൾ കവേർഡാണ്. ഫുൾ സ്നോ കവേർഡാണ്. എന്താ വെള്ള കളർ, രാത്രി വെളുപ്പം. ഈ സമയത്തൊക്കെ എനിക്കിതൊക്കെ എടുത്ത് കളിയാന്ന്. എനിക്കൊക്കെ തീർത്ത് കളിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കും. നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ വഴിക്ക് അവിടെ വീഴും. നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ അവിടെ വഴിക്ക് വീഴും. മതിയായിട്ടോ, സീരിയസ്ലി മതിയായി. ഒരു ദിവസം കൊണ്ട് മതിയായിരിക്കും. വേഗം സമ്മറാവ്.